രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടം. അതിൻ്റെ അവസാന സമയത്ത് ജർമ്മൻ ആർമി പോളണ്ടിലേക്ക് അധിനിവേശം നടത്തിയ ആ ഒരു സമയത്തുണ്ടായിരുന്ന നമ്മുടെ ഒരു ജൂയിഷ് പേഴ്സണാലിറ്റി, ഒരു ജൂതൻ്റെ കഥയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണുക. ആക്ച്വലി നമ്മുടെ SSLCയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ ദ അറ്റിക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് കഥയാണ് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ പറയാൻ പോകുന്നത്. യെസ്, നമുക്ക് തുടങ്ങാം. ആക്ച്വലി രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ നമ്മുടെ ജർമ്മനി ഈ ഒരു പോളണ്ട് അധിനിവേശം നടത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂയിഷ് പേഴ്സണാലിറ്റി ആ ഒരു ജർമ്മൻ ആർമിയിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട്, ആക്ച്വലി ജർമ്മൻ ആർമി ഈ ഒരു ജൂതന്മാരെ മൊത്തം മാക്സിമം എല്ലാവരെയും തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെ ഇവൻ ആക്ച്വലി നമ്മുടെ സ്പിൽമാൻ, നമ്മുടെ കഥാനായകൻ ഈ ഒരു അറ്റിക്കിൽ, ആക്ച്വലി ചാപ്റ്ററിൻ്റെ പേര് പോലെ ഇൻ ദ അറ്റിക്, തട്ടിൻ പുറത്ത് ഒളിച്ചിരിക്കുകയാണ് ഈ ഒരു ജർമ്മൻ ഓഫീസേഴ്സിനെ പേടിച്ചുകൊണ്ട്. പക്ഷേ അങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു ജർമ്മൻ ഓഫീസർ ഇദ്ദേഹത്തെ തിരഞ്ഞുകൊണ്ട് ആ ഒരു തട്ടിൻ പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ കാണുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ കരുതും അദ്ദേഹത്തെ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുമെന്ന്. ആ ജർമ്മൻ ഓഫീസർ സ്പിൽമാനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഹോബി എന്താണ്, നിങ്ങളുടെ ജോലി എന്താണ്? അദ്ദേഹം പറയുന്നു, ഞാനൊരു പിയാനിസ്റ്റ് ആണെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തെയും കൂട്ടിയിട്ട് മറ്റൊരു റൂമിലേക്ക് പോയിട്ട് ഒരു പിയാനോ എടുത്തു കൊണ്ടുവരുന്നു. എന്നിട്ട് പിയാനോ വായിക്കാൻ പറയുന്നു. അദ്ദേഹം വായിച്ചിട്ടുള്ള ആ ഒരു പിയാനോയിൽ അദ്ദേഹം ഇംപ്രസ് ആവുന്നു. ആക്ച്വലി നമ്മുടെ ഈ ഒരു ജർമ്മൻ ഓഫീസർ എന്ന് പറയുന്നത് അത്രയും നല്ലൊരു മനുഷ്യനാണ്. ശരിക്കും ഈ ഒരു നിമിഷം നമുക്ക് ശരിക്കും കഥാനായകൻ സ്പിൽമാനിൽ നിന്ന് ഈ ജർമ്മൻ ഓഫീസറിലേക്ക് മാറിപ്പോകുമോ എന്ന് വരെ തോന്നുന്ന നിമിഷങ്ങളായിരുന്നു അത്. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ട ഫുഡ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ട ബ്ലാങ്കറ്റ്, ഇവൻ അവസാന നിമിഷത്തിൽ തൻ്റെ ജർമ്മൻ ഓഫീസറുടെ സ്വന്തം കോട്ട് പോലും അദ്ദേഹത്തിന് ഊരിക്കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. അവസാനം പോകുന്ന സമയത്ത് വലിയ ഒരു ബണ്ടിൽ ഓഫ് ബ്രെഡ് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട്, ഇനി ഞങ്ങൾ ഉണ്ടായില്ല, ഞങ്ങൾ ഇവിടുന്ന് വാർസോ വിടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു. വീണ്ടും ആഴ്ചകൾക്ക് ശേഷം വെടിയൊച്ചകളുടെ സൗണ്ടൊക്കെ നിലച്ചതിന് ശേഷം അവിടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സൗണ്ട് ആ ഒരു പോളണ്ടിൻ്റെ ആ ഒരു വാർസോയിൽ കേട്ടു തുടങ്ങിയ സമയത്ത് അദ്ദേഹം മനസ്സിലാക്കി യുദ്ധമൊക്കെ അവസാനിച്ചു എന്ന് കരുതിയിട്ട് അദ്ദേഹം മെല്ലെ താഴോട്ടിറങ്ങുകയാണ്. ആക്ച്വലി അവിടെ ജർമ്മൻ ആർമി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ സോവിയറ്റ് ആർമി അവിടെ വന്നുകൊണ്ട് അവിടെ ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ജൂയിഷ് പേഴ്സണാലിറ്റി ഒക്കെ ഭയങ്കര സേഫ് ആയിരുന്നു. പക്ഷേ ഒരു മിസ്റ്റേക്ക് പറ്റി. അദ്ദേഹം ആ ഒരു ജർമ്മൻ ഓഫീസറുടെ കോട്ടുമിട്ടാണ് ആ ഒരു പുറത്തേക്ക്, ആ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കണ്ടിരുന്ന ഒരു സ്ത്രീയോട് ഈ ഒരു സ്പിൽമാൻ ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ സ്ത്രീ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇദ്ദേഹം ആ ഒരു ജർമ്മൻ ഓഫീസറുടെ ആ ഒരു കോട്ടിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹം ആ ഒരു സ്ത്രീ ആ തൻ്റെ കയ്യിലുള്ള ബണ്ടിലൊക്കെ താഴിട്ട് നിലവിളിക്കുകയാണ്, ജർമ്മൻ ഓഫീസർ ജർമ്മൻ എന്ന് ഉറക്കെ നിലവിളിക്കുകയാണ്. കാരണം ജർമ്മൻ ഓഫീസേഴ്സ് എത്രത്തോളം ക്രൂരന്മാരായിരുന്നു എന്നുള്ളത് അവിടെ പോളിഷുകാരായിട്ടുള്ള ആ ഒരു നാട്ടുകാർക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ഇത് കേട്ടിട്ട് ഈ ഒരു ആക്ച്വലി ഇദ്ദേഹവും സ്പിൽമാനും പോളിഷുകാരനാണ്, പക്ഷേ ജർമ്മൻ കോട്ട് ഇട്ടത് കൊണ്ടുള്ള ആ ഒരു മിസ്റ്റേക്ക് കാരണം ഇദ്ദേഹം ജർമ്മനാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അദ്ദേഹം വീണ്ടും അറ്റിക്കിലേക്ക്, നമ്മുടെ തട്ടിൻപുറത്തേക്ക് ഓടുകയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന അവിടെ ഒരു ഗാർഡ് ഉണ്ടായിരുന്നു സോവിയറ്റ് ആർമിയുടെ. ആ ഗാർഡ് ഇത് കേട്ടുകൊണ്ട് തൻ്റെ പിസ്റ്റളുമായിട്ട് നേരെ വിട്ടു അറ്റിക്കിലേക്ക് ഈ ഒരു ജർമ്മൻ ഓഫീസറെ തിരിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട്. ആക്ച്വലി അവിടെ പോയി നോക്കുന്ന സമയത്ത് ജർമ്മൻ കോട്ടും ഇട്ടിരിക്കുന്ന ഇദ്ദേഹത്തെ കാണുന്നു. നേരെ പിസ്റ്റൾ എടുത്തുകൊണ്ട് പോയിന്റ് ബ്ലാങ്കിൽ വെച്ചുകൊണ്ട് ചോദിച്ചു, ഹാൻഡ്സ് അപ്പ്, കൈപൊക്കാൻ പറഞ്ഞു. അപ്പോഴൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, ഐ എം പോളിഷ്, ഞാൻ പോളിഷുകാരനാണ്, എന്നെ ഷൂട്ട് ചെയ്യരുത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം അദ്ദേഹം മൊത്തത്തിൽ പരിശോധിച്ച സമയത്ത്, അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം ഒരു ജർമ്മൻ ഓഫീസർ അല്ല, ഇദ്ദേഹം സ്പിൽമാനാണ്, ഒരു ജൂയിഷ് പേഴ്സണാലിറ്റി ആണ് എന്ന് മനസ്സിലായ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നമ്മുടെ ഗാർഡ് ചോദിക്കുകയാണ്, വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദിസ് യൂണിഫോം? ഈ ഒരു ജർമ്മൻ യൂണിഫോമിൽ, ഈ ഒരു ജർമ്മൻ സോൾജിയറുടെ യൂണിഫോമിൽ നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ആക്ച്വലി അതിനുശേഷം അദ്ദേഹത്തെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നു, അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അദ്ദേഹത്തെ കുളിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അദ്ദേഹം ഫ്രീ ആവുന്നു. ആക്ച്വലി നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ജർമ്മൻ ഓഫീസർ ഒരു ജൂയിഷ് പേഴ്സണാലിറ്റിയോട് ശരിക്കും ദയ കാണിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്നിരുന്നാലും ആ ഒരു കോട്ട് കാരണം മിസ്റ്റേക്കൺലി അദ്ദേഹം മരിക്കപ്പെടാവുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെടാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരിക്കും ഇവിടെ നമുക്കൊരു റിയൽ ഹീറോ എന്ന് പറയാൻ പറ്റുന്നത് ഒരു ജർമ്മൻ ഓഫീസറാണ്. ഈ ഒരു കഥയിലൂടെ, ഇൻ ദ അറ്റിക് എന്ന് പറയുന്ന സ്പിൽമാൻ സ്വന്തം എഴുതിയിട്ടുള്ള ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരാളെയും ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒറ്റയടിക്ക് ഒരാളെയും മൊത്തത്തിൽ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്നത് പോലെ ജർമ്മൻ ഓഫീസർ എന്ന് കേൾക്കുമ്പോഴേക്കും എല്ലാവരും എന്താണ് ഈ ഒരു ജൂതന്മാർക്ക് എതിരാണ് എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ മാറ്റിയിടേണ്ട ഒരു സിറ്റുവേഷനാണ്. ഏതായാലും ധാരാളം പോയിന്റ്സുകൾ, ധാരാളം വാല്യൂ പോയിന്റ്സുകൾ, മോറൽ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള കുറേ ഡിസ്കോഴ്സുകൾ ഇനി വരുന്ന ഓണം എക്സാമിനുണ്ട്. ആക്ച്വലി നമുക്ക് ഈ ഒരു ജർമ്മൻ ഓഫീസർ
പ്രൊഫസറുടെയോ അല്ലെങ്കിൽ നമ്മുടെ സ്പിൽമാൻ്റെയോ ഒക്കെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. അല്ലെങ്കിൽ ഇവർ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുകയാണെങ്കിൽ അദ്ദേഹം ആ ഒരു കഥയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇനി എന്തെങ്കിലും അവസരത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ പോളിഷ് റേഡിയോയിലോട്ട് വരണം, ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ പേര് സ്പിൽമാൻ, മറന്നു പോയത് പോളിഷ് റേഡിയോ സ്പിൽമാൻ എന്നൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവർ കണ്ടുമുട്ടുകയാണെങ്കിൽ ഉണ്ടാകുന്ന കോൺവെർസേഷൻ, അല്ലെങ്കിൽ അവർ ലെറ്റേഴ്സ് അയക്കുന്നുണ്ടെങ്കിൽ ആ ലെറ്റർ തുടങ്ങിയിട്ടുള്ള ഡിസ്കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആണ്. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു കഥ രൂപത്തിൽ ഇത് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ നല്ല രീതിയിൽ ലൈൻ ബൈ ലൈനായിട്ട് നമ്മൾ പഠിക്കണം. അത് പഠിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അസ്ത്ര ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിലേക്ക് നിങ്ങൾ ആക്ച്വലി ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഇതുപോലത്തെ ചാപ്റ്റേഴ്സൊക്കെ അടിപൊളിയായിട്ട് ലൈൻ ബൈ ലൈനായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുതരും. റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, എക്സാമുകൾ ഉണ്ടായിരിക്കും, യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുമാത്രമല്ല നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻ ഉണ്ടായിരിക്കും. തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ്. പാരൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആപ്പ് വരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ നിങ്ങളെ ജസ്റ്റ് എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഈ ഒരു അസ്ത്ര ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് നമ്മളെ ബാച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, നമ്മുടെ അസ്ത്ര ബാച്ച് ആക്ച്വലി നമ്മുടെ സൈലം ലേണിംഗ് എന്ന് അടിച്ചു കൊടുത്താൽ വരുന്ന ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിലൂടെ അസ്ത്ര ബാച്ചിലും ജോയിൻ ചെയ്യാൻ പറ്റും. ഏതായാലും ഇനിയുള്ള ദിവസം നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അറ്റിക്ക് മാത്രമല്ല മറ്റു എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇത്തവണ നമ്മൾ ഉറപ്പായിട്ടും ഫുൾ A+ നേടിയിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ലേണിംഗ്.